ഹായ് എവറി വൺ, എൻ്റെ പേര് വിദർശ കെ വിനോദ്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ അത്ലീറ്റ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത കോമ്പറ്റീഷനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് NCC കോമ്പറ്റീഷനായിരുന്നു. അന്ന് വളരെ ബേസിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൈഫിളാണെങ്കിലും കിറ്റാണെങ്കിലും ആക്സസറീസ് എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ളതായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ആ വർഷം തന്നെ ഞാൻ നാഷണൽസിൽ ക്വാളിഫൈ ആയി. അടുത്ത വർഷം കേരള സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നമ്മൾ എത്രത്തോളം ഡീപ്പായി ഷൂട്ടിംഗ് മനസ്സിലാക്കുന്നോ അത്രത്തോളം ഈസിയായി നമുക്ക് ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റും. എനിക്കറിയാം, ഇവിടെ എത്തിയിട്ടുള്ള പലരും ചിലപ്പോൾ പാരൻസിൻ്റെ ഇൻട്രസ്റ്റോടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, ചിലർ സ്വന്തം ഇൻട്രസ്റ്റോടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, ചില ആൾക്കാർ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ഷൂട്ടിങ്ങിന് വന്നവരായിരിക്കും. എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, ഷൂട്ടിംഗ് നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു പീരീഡ് ആകുമ്പം ആ വർക്കിൻ്റെ റിസൾട്ട്സ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഷൂട്ടിംഗ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും എങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും യങ് ഷൂട്ടേഴ്സിനാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഖേലോ ഇന്ത്യ സ്കീം, NCOA സ്കീം, ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സ്കീമുകളുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ അത്ലീറ്റ്സിൻ്റെ ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവർ മെയിനായിട്ട് ഇതിൽ എയിം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ സ്പോർട്സിൽ തന്നെ നല്ലൊരു കരിയർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഷൂട്ടിംഗ് പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ ഷൂട്ടിംഗ് പഠിപ്പിച്ചിട്ടുള്ളൊരു മേജർ കാര്യമാണ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. ആദ്യമെല്ലാം ഞാൻ തന്നെ എൻ്റെ ടാലൻറ്റിലും എൻ്റെ പ്രോസസ്സിലും ഡൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പിന്നെ വീണ്ടും ഷൂട്ടിംഗ് തന്നെ എന്നെ പഠിപ്പിച്ചു, അങ്ങനെയല്ല, നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് ഈവൻ ഫെയിലിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും ഒരേപോലെ നമ്മളതിനെ വിശ്വസിച്ച് ഒരേപോലെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോവുക. കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വന്നു, സെക്കൻഡ് വന്നു, അല്ലെങ്കിൽ തേർഡ് വന്നു, ഇല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നതിലല്ല കാര്യം. നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ വർക്ക് ചെയ്യുന്നതിലാണ് കാര്യം. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് സക്സസ് എന്നെ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതലും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഫെയിലിയേഴ്സാണ്. സക്സസ് ഒരു ദിവസത്തേക്ക് നമുക്കതിൻ്റെ ഹാപ്പിനെസ് ഉണ്ടാവും. ബട്ട് ഫെയിലിയേഴ്സ് നമുക്ക് വീണ്ടും അത് ഇമ്പ്രൂവ് ചെയ്ത് ഇനിയും വർക്ക് അത് പോരാ എന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു പ്രോസസ്സാണ് ഫെയിലിയർ എന്ന് പറയുന്നത്. സക്സസ്സിൽ മാത്രം സന്തോഷം കാണാതെ ഫെയിലിയറും നമ്മുടെ ജേർണിയിലെ ഒരു പ്രധാന ഭാഗമാണെന്ന് മനസ്സിലാക്കി ഫെയിലിയറിനെയും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന എല്ലാ അത്ലീറ്റ്സിനും ഒന്നുകൂടെ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. Good luck and thank you.